ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 12ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് കാര്യവിചാരകന്റെ അനീതിയെയും അതിനുശേഷം അവൻ ബുദ്ധി പ്രവർത്തിച്ച് യജമാനന്റെ പുകഴ്ചയെ പിടിച്ചുപറ്റുന്നതുമായ ഒരു ഉപമയുടെ അനുഭവമാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രതിപാദിക്കുന്ന വിഷയം. ഈ നോമ്പുകാലത്ത് അനീതിയുടെ കാര്യവിചാരകത്വത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന നാം അനീതിയുടെ കാര്യവിചാരകത്വത്തിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്ന് നീതിപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ദൈവമായ കർത്താവിന്റെ പുകഴ്ചയെ സ്വീകരിക്കുവാൻ, അവന്റെ കൃപകളിൽ നിലനിൽക്കുവാൻ, നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒരുക്കുവാനും ആ ജീവിതത്തെ ഒരുക്കിയതിലൂടെ ലഭിക്കുന്ന ദൈവകൃപയിൽ സ്ഥിരമായി നിലകൊള്ളുവാനും നമുക്ക് ഈ നോമ്പുകാലം ഉപകാരപ്രദമാകണം എന്നും പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അനീതിയുടെ കാര്യവിചാരകത്വത്തിലൂടെ അവൻ തനിക്ക് വരാമായിരുന്ന സ്ഥാനഭ്രംശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബുദ്ധിപൂർവം ഇളച്ചു കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതചര്യകളിൽ അവൻ ഏർപ്പെട്ടിരുന്ന മേഖലകളിൽ അവൻ അതിബുദ്ധിയോടുകൂടി അവർക്ക് ആവശ്യമായ ഇളവുകൾ നൽകി അവന്റെ ദുർമാർഗങ്ങളിൽ നിന്നും അനീതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരേ സമയം അവന്റെ യജമാനനും അവനോട് ചേർന്ന് നിന്നവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനീതിയുടെ കാര്യവിചാരകത്വം കൊണ്ട് ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ നമ്മെ നോക്കിക്കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം തെറ്റുകാരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരികെ ദൈവസന്നിധിയുടെ ദൈവകൃപയുടെ പാതയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനാനുഭവവും നോമ്പും ഉപവാസവും ദാനധർമ്മവും ആത്മീക ജീവിതത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്രകാരം ചെയ്യുമ്പോൾ അനീതിയുടെ പിടിയിൽ നിന്ന് നീതിപൂർവമായ ജീവിതത്തിന്റെ വഴികളിലേക്ക് നടക്കുവാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വലിയ നോമ്പിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ അപ്രകാരം നീതിപൂർവമായ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനുള്ള പാതകളെ ശരിയാക്കുവാനുള്ള കാലഘട്ടമായി നമ്മൾ അതിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തെ ഓർത്ത് നമ്മെ പുകഴ്ചയുള്ളവരാക്കി ജീവിതത്തിന് മാനവും മഹത്വവും അണിയിക്കുന്ന അനുഭവം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ യജമാനന്റെ പുകഴ്ചയ്ക്ക് പാത്രീഭൂതനായി എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. നമ്മെ നോക്കിക്കാണുന്ന ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിത രീതികളിൽ, നന്മപൂർവമായ നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ അപ്രകാരം നമ്മെ ഒരുക്കുന്ന ദൈവം, നമ്മെ കാണുന്ന ദൈവം, നമ്മെ മാനിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ അർത്ഥത്തെ അനീതിയുടെ പ്രവൃത്തികളിൽ നിന്ന് നീതിയുടെ പ്രവൃത്തികളിലേക്ക് വഴിതിരിക്കുന്നതിലൂടെ ആ മഹിമയുള്ള ജീവിതാർത്ഥത്തെ കാണുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ജീവിത നിലവാരത്തെ കാണുന്ന ദൈവം നമ്മെ ഉയർത്തുവാൻ, നമ്മെ ഒരുക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനീതിയുള്ള പ്രവൃത്തികളിൽ നിന്ന് നീതിപൂർവമായ, ബുദ്ധിപൂർവമായ ദൈവം കാണുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഇരട്ട മുഖമുള്ളവരാകാതെ യഥാർത്ഥമായ മുഖത്തെ ദൈവത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരുപോലെ കാണുവാൻ നമുക്ക് സാധ്യമാകണം. അത് ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി നമുക്ക് ചുറ്റുമുള്ളവരോട് മനസ്സലിവോടുകൂടി ആർദ്ര കരുണയോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അനീതിയുടെ കാര്യവിചാരകത്വത്തിന്റെ ആ വ്യക്തി അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ സ്വയം തിരിഞ്ഞു നോക്കി അതിലുള്ള കുറവുകളെ മാറ്റി
ബുദ്ധിപൂർവം പ്രവർത്തിച്ചതുകൊണ്ട് അവൻ്റെ പൊയ്മുഖത്തെ നീക്കുവാൻ അവന് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും പൊയ്മുഖങ്ങളും അഭിനയത്തിൻ്റെ മുഖമൂടികളും അണിയാതെ നമ്മുടെ ഇരട്ട മുഖങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ശുദ്ധിയുള്ള നോമ്പ് നോറ്റുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ മുഖത്തോടു കൂടി കാണുവാനും, ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അഭിനയം ഒന്നും കാണാതെ നല്ല മനസ്സുള്ളവരായി ദൈവ തേജസ്സിന്റെ പ്രകാശത്തെ ആവിർഭവിക്കുന്നവരായി ദൈവത്തിന് കാണുവാൻ സാധ്യമുണ്ടാകണം. അപ്രകാരം ദൈവം നമ്മളെ നോക്കി കാണുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ പുകഴ്ത്തും, മഹത്വപ്പെടുത്തും, നമ്മുടെ ജീവിതത്തെ ഉയർത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ പുകഴ്ത്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും നൽകുവാൻ നമ്മൾ ഒരു ചാലക ശക്തിയായിട്ട് മാറണം എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്രകാരം നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം നമ്മളിൽ മഹിമപ്പെടുവാൻ, നമ്മുടെ അനീതിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ അവസാന ഭാഗത്ത് പറയുന്നത് അനീതിയുടെ മാമോനെ കൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ഉണ്ടാക്കുവാനാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നല്ല ധനവും മാനവും എല്ലാവർക്കും ഒരുപോലെ നൽകുവാനും ഒരുപോലെ എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും ക്രിസ്തു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ആർദ്ര കരുണയുള്ളവരായി ദുഃഖത്തിൽ ആയിരിക്കുന്നവരെ സമാധാനപ്പെടുത്തുവാൻ, ആവശ്യക്കാർക്ക് ആവശ്യങ്ങളെ നിറവേറ്റുന്നവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ഈ നോമ്പ് കാലഘട്ടം ദാനധർമ്മത്തിലൂടെയും നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹീതമായ ജീവിത മാതൃകയിലൂടെയും നമുക്ക് നോമ്പിനെ നോക്കുവാൻ സാധ്യമാകണം എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാനും ക്രമീകരിക്കുവാനും സകലവും നോക്കിക്കാണുന്ന ദൈവത്തിന് വ്യർത്ഥമായ ഇരട്ട മുഖങ്ങളല്ലാതെ സ്വന്തം വ്യക്തിത്വത്തെയും സ്വന്തം മുഖത്തെയും ദൈവത്തിലേക്ക് നോക്കി പ്രകാശിതരായി ജീവിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാര്യവിചാരകത്വത്തിന് 1 30 60 100 മേനി പുകഴ്ചയും മാനവും ദൈവകൃപയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.